നമസ്കാരം. ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. വിവാദ വെളിപ്പെടുത്തലുകളുമായി കലാഭവൻ സോബിയും നിരന്തരം പോരാടുന്നു. തനിക്ക് എന്ത് സംഭവിച്ചാലും ബാലുവിന്റെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ താൻ ഉണ്ടാകുമെന്ന് സോബി പറയുന്നു. എന്തുകൊണ്ടാണ് കലാഭവൻ സോബി ഇങ്ങനെയൊരു കേസിനൊപ്പം നിലനിൽക്കുന്നത്? രക്തബന്ധുക്കൾ പോലും പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ആ ബഹളമൊന്ന് ഒതുങ്ങിയാൽ ഇനി തങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് പറയാറുള്ളത്. പക്ഷേ സോബി നേരെ തിരിച്ച് ഒരു തവണ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന് നീതി കിട്ടാൻ പോരാടുന്നു. ഇതിന്റെ പേരിൽ സോബിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം അപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ഏതൊരു ചാനൽ വിളിച്ചു ചോദിച്ചാലും ഏതൊരു ഏജൻസി വിളിച്ചു ചോദിച്ചാലും സംസാരിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ സ്വർണം കവർച്ച ചെയ്ത കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായതോടെ ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. അതുപോലെ തന്നെ കലാഭവൻ സോബിയുടെ വെളിപ്പെടുത്തലുകളും. ബാലഭാസ്കറിന്റെ മരണം ആക്സിഡന്റ് മൂലം ഉണ്ടായതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അതൊരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കൊലപാതകം തന്നെയാണ്. ഇത് തന്നെയാണ് നേരത്തെയും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ബാലഭാസ്കറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മരണകാരണമായത് 28 ഒടിവുകളാണെന്നാണ്. എന്നാൽ ഇതിൽ 8 ഒടിവുകൾ അപകടത്തിൽ ഉണ്ടായതല്ല എന്നും പറയുന്നു. പിന്നെ എങ്ങനെ ആ ഒടിവുകൾ വന്നു എന്നുള്ളത് പുറത്തു വരേണ്ട രഹസ്യമാണ്. കലാഭവൻ സോബി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം കാണുന്നത് ഇടിച്ചു തെറിപ്പിച്ച ബാലഭാസ്കറിന്റെ, അതായത് ഒരു ഇന്നോവ വണ്ടിയിൽ നിന്നും ഒരാളെ വലിച്ചിറക്കി, അതും അബോധാവസ്ഥയിലുള്ള ഒരാളെ വലിച്ചിറക്കി കമിഴ്ത്തിക്കെടുത്തി നടുവിന് ഇടിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ പുറത്തെടുത്ത് കമിഴ്ത്തിക്കെടുത്തി ഇടിച്ചയാൾ, നടുവിന് ഇടിച്ച് പരിക്കേൽപ്പിച്ചയാൾ ബാലഭാസ്കറാണോ? ബാലഭാസ്കറിനെയാണോ അങ്ങനെ പരിക്കേൽപ്പിച്ചത്? ആ വ്യക്തി ആരാണ്? ആ പരിക്കേറ്റ വ്യക്തി ആരാണ് എന്നുള്ളത് പുറത്തു വരേണ്ടതാണ്. ബാലഭാസ്കർ ആയിരുന്നു എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്ന ലക്ഷ്മിയും അർജുനും അവർ രക്ഷപ്പെടുത്തിയിരുന്നു. ഇതിനിടയിൽ അതുവഴി കടന്നുപോയ വാഹനം ആംബുലൻസ് മാത്രമാണെന്നും സോബി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. എന്തുകൊണ്ടാണ് ലക്ഷ്മി ഇത്രനാൾ മിണ്ടാതിരുന്നത് എന്നതും ഇപ്പോൾ എന്തുകൊണ്ടാണ് സംസാരിക്കാൻ മുന്നിട്ടിറങ്ങിയത് എന്നതും അന്വേഷണ വിധേയമാക്കപ്പെടേണ്ടത് തന്നെയാണ്. മാത്രമല്ല, കൊല്ലത്ത് നിന്ന് ജ്യൂസ് കുടിച്ചതിന് ശേഷം ലക്ഷ്മിക്ക് ഒന്നും ഓർമ്മയില്ലെന്നായിരുന്നു മൊഴി നൽകിയിരുന്നത്. അങ്ങനെ ഒരാൾക്ക് ഇനി എന്താണ് ഈ കേസിൽ പറയാനുണ്ടാകുന്നത്? അപ്പോൾ മുൻപേ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തലായിരിക്കും. മറ്റൊരു സംശയവിധേയമാകുന്ന ആൾ സ്റ്റീഫൻ ദേവസിയാണ്. സ്റ്റീഫൻ ദേവസിയെ വന്ന് പുറത്തു പോയി കുറച്ച് കഴിഞ്ഞതിനു ശേഷമാണ് മരണം സംഭവിക്കുന്നത്. പക്ഷേ ക്രിട്ടിക്കൽ ICUവിൽ കിടക്കുന്ന ഒരാളോട് 43 മിനിറ്റ് ഒരാൾ എന്ത് സംസാരിക്കാനാണ്? പ്രാർത്ഥിക്കാൻ സ്റ്റീഫൻ ദേവസി പുരോഹിതനൊന്നുമല്ല. മാത്രമല്ല, ഇക്കാര്യം നടക്കുന്നത് ബാലഭാസ്കർ റിക്കവർ ചെയ്യുമെന്ന് ഡോക്ടർമാർ പോലും വിലയിരുത്തിയ സമയത്താണ്. ICUവിൽ വെച്ച് അദ്ദേഹം കഞ്ഞി കുടിച്ചു തുടങ്ങിയിരുന്നു. ഇതിനെ ഒരു പോസിറ്റീവ് സിംറ്റമായിട്ടാണ് ഡോക്ടർമാർ കണ്ടത്. അതോടെ വീട്ടുകാരോട് ഡോക്ടർമാർ പറഞ്ഞത് റിക്കവർ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നായിരുന്നു. വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ബാലഭാസ്കറിനോട് ആ സമയം അറിയിക്കരുതെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ആ ബാലഭാസ്കറാണ് സ്റ്റീഫൻ ദേവസി വന്നു പോയതിനു ശേഷം മരണപ്പെടുന്നത്. സ്റ്റീഫൻ ദേവസിയാണോ ഇതുവരെയും ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയെ നിയന്ത്രിച്ചത് എന്നതും അറിയില്ല. ആ സ്റ്റീഫൻ ദേവസിക്ക് ഈ സംഭവത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? സ്വർണ്ണക്കടത്ത് സംഘമാണ് ബാലഭാസ്കറിന് ചുറ്റും ഉണ്ടായിരുന്നതെന്നും അവർ ബാലഭാസ്കറിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നുവെന്നും സൂചനകളുണ്ട്. ഇത് എതിർത്തതോടെയാണ് ഇവർ ബാലഭാസ്കറിനെ ഇല്ലാതെയാക്കാൻ പദ്ധതി ഇട്ടിരുന്നതെന്നും വിവരമുണ്ട്. അങ്ങനെയെങ്കിൽ ആ ജ്വല്ലറി ഉടമയ്ക്ക് വേണ്ടിയാണ് ഈ സ്വർണം അവർ കടത്തിയതെന്നും പുറത്തു വരുന്നു. സോബിക്ക് ഈ ജ്വല്ലറി ഉടമയാണ് സ്വർണ്ണക്കടത്ത് സംഘത്തെ രക്ഷപ്പെടുത്തുന്നതെന്ന് വിവരം നൽകിയിട്ടുണ്ട് ഒരു വ്യക്തി. അങ്ങനെയെങ്കിൽ ആ ജ്വല്ലറി ഉടമ ആരാണ്? പല ജ്വല്ലറി ഭീമന്മാരുടെയും സ്വർണ്ണക്കടത്തുകൾ പിടിച്ചിട്ടും മുഖ്യധാരാ മാധ്യമങ്ങൾ അതെല്ലാം തന്നെ പൂഴ്ത്തിവെച്ചിരുന്നു. കാരണം അതൊക്കെ അവരുടെ പരസ്യ ദാതാക്കളാണ്. അതുകൊണ്ട് ആ ജ്വല്ലറി ഉടമയെ പറ്റി ഒരിക്കലും വിവരങ്ങൾ അവർ പുറത്തുവിടില്ല. ഇതെല്ലാം അന്വേഷണ സംഘം കണ്ടെത്തേണ്ട വിഷയങ്ങളാണ്. ഇനിയെങ്കിലും ബാലഭാസ്കറിന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി.